ബഹുമാനപ്പെട്ട സ്വാധീനത്തിന് ഈ പശ്ചാത്തലത്തിൽ ഞാൻ സന്ദേശം പങ്കുവയ്ക്കാനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്കെല്ലാവർക്കും ശ്രദ്ധയോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ഒരു നിമിഷം പ്രധാന സന്നിധിയിൽ എഴുന്നേറ്റുന്നതുകൊണ്ട് ശ്രമിക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 26-36 മുതലുള്ള തിരുവചനങ്ങൾ. അനന്തരം യേശു അവരോടൊത്ത് ഗത്സമനി എന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യരോട് പറഞ്ഞു, ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക. അവൻ പത്രോസിനെയും സബദിയുടെ ഇരുപുത്രന്മാരെയും കൂട്ടിക്കൊണ്ടുപോയി ദുഃഖിക്കുവാനും അസ്വസ്ഥനാകുവാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു, നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുവിൻ. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല, അവിടുത്തെ ഹിതം പോലെയാകട്ടെ. അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തിരുന്നു. അവർ അപ്പോഴും ഉറങ്ങുന്നത് കണ്ടു. അവർ പത്രോസിനോട് ചോദിച്ചു, എന്നോടുകൂടി 1 മണിക്കൂർ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? പ്രലോഭനങ്ങൾ ഉൾപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. 2ാം പ്രാവശ്യവും അവൻ പോയി പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോവുകയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ. അവൻ വീണ്ടും വന്നപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവരുടെ കണ്ണുകൾ നിദ്ര ഭാരമുള്ളവയായിരുന്നു. അവൻ അവരെ വിട്ട് 3ാം പ്രാവശ്യവും പോയി അതേ പ്രാർത്ഥന ആവർത്തിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴും ഉറങ്ങി വിശ്രമിക്കുന്നുവോ? ഇതാ സമയം അടുത്തിരിക്കുന്നു. മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. എന്നെ കെട്ടിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ മാത്യു ചെറോടി അച്ഛ, ശ്രീ കാഞ്ഞിരത്തുമുട്ടിൽ അച്ഛ, ബഹുമാനപ്പെട്ട സന്യസ്തരെ, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാർ, ദൈവസന്നദ്ധയിലായിരുന്നു കൊണ്ട് ഈ നിമിഷം തമ്പുരാന്റെ വചനങ്ങൾ കേൾക്കുവാനായിട്ട് നമ്മളായിരിക്കുമ്പോൾ ഈ സമയം ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളതാണ്. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ തമ്പുരാൻ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നതിൻ്റെ സൂചന അല്ലെങ്കിൽ സൂചകം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും സാമൂഹ്യ ശാസ്ത്രം അല്ലെങ്കിൽ ചരിത്രം ഇഷ്ടവിഷയമായിട്ടുള്ളവര് വളരെ കുറവാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും കുട്ടികൾ പറയും ചരിത്രമാണ്, ഹിസ്റ്ററിയാണ്, അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രമാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയമെന്ന് പലപ്പോഴും പറയും. കാരണം ഈ വർഷങ്ങളും പേരുകളും നാളുകളും ഇടങ്ങളും ഒക്കെ പഠിക്കുക എന്നുള്ളത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നന്നായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകരല്ല ഈ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ ഈ വിഷയങ്ങൾ മനസ്സിലാക്കുക ബുദ്ധിമുട്ടാണ്. ക്ലാസ്സിൽ ആർജവത്തോടെ ഊർജത്തോടു കൂടി ഇരിക്കുക അതിലേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നല്ല അധ്യാപകരാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ ചരിത്രത്തെ സ്നേഹിക്കുവാനും ചരിത്രം മനസ്സിലാക്കുവാനും നമുക്ക് ഒരു ആർജവവും ഇഷ്ടവും ഒക്കെയുണ്ട്. ഇപ്രകാരം ചരിത്രത്തെ സ്നേഹപൂർവ്വം മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു വസ്തുതയുണ്ട്. മാനവ ചരിത്രത്തില് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുക അത് മറ്റൊന്നുമല്ല, മറ്റാരുമല്ല, മനുഷ്യൻ തന്നെയാണ്. ചിലൊരു ഉദാഹരണം പറയാം. മാനവ ചരിത്രത്തില് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുക മനുഷ്യരാണ്. കാരണം പ്രകൃതി ക്ഷോഭങ്ങളിലൂടെയോ മറ്റ് രോഗപീഠകളിലൂടെയോ മനുഷ്യൻ മരിച്ചതിനേക്കാൾ ഏറെ മരണത്തിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്നത് യുദ്ധവും ഭീകരാക്രമണങ്ങളും പോലെയുള്ള മനുഷ്യന്റെ പ്രവർത്തികൾ തന്നെയാണ്. മാനവ ചരിത്രത്തിൽ മനുഷ്യന്റെ
ഏറ്റവും വലിയ ശത്രു എന്ന് പറയുക മനുഷ്യൻ തന്നെയാണ്. ഈ ഒരു വസ്തുത നമ്മളെ പഠിപ്പിക്കുന്ന സംഭവമാണ് രണ്ടാം ലോക മഹായുദ്ധം. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, സ്കൂളുകളിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുതയാണ് രണ്ടാം ലോക മഹായുദ്ധം. ഒരുപക്ഷെ മനുഷ്യനെതിരെ മനുഷ്യൻ നടത്തിയ ഏറ്റവും ഹീനമായ, ഏറ്റവും വേദനാജനകമായ സഹനത്തിന്റെ കഥയാണ് രണ്ടാം ലോക മഹായുദ്ധം നമ്മെ പഠിപ്പിക്കുക. ദ ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന ഹിറ്റ്ലർ യഹൂദരെ വധിക്കുവാനായിട്ട് നടത്തിയ ഈ ക്രൂര കൊലപാതകങ്ങളിൽ ഏകദേശം 1 കോടിയിൽ പരം യഹൂദര് വിവിധ കാലഘട്ടത്തിൽ, രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വിവിധ കാലഘട്ടത്തിൽ മാത്രം മരിച്ചു വീണു എന്നാണ് പറയുക. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മറ്റനേകം സാധാരണക്കാരും സൈനികരെയും ഒന്നുമല്ല പറയുക, ഹിറ്റ്ലർ വധിച്ച യഹൂദരുടെ മാത്രം കണക്കാണ് 75 ലക്ഷം തൊട്ട് 1.25 കോടി വരെ യഹൂദര്. അപ്പം മനുഷ്യ ചരിത്രത്തിലെ മനുഷ്യൻ നിർമ്മിച്ച ഏറ്റവും വലിയ മനുഷ്യ സഹനത്തിന്റെ ചിത്രമാണ് ഹിറ്റ്ലറുടെ ഈ നരഹത്യ. എലി വൈസൽ ദ നൈറ്റ്, ആ രാത്രി എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിഭീകരമായിട്ടുള്ള നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ സഹന ചരിത്രം പ്രതിപാദിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് വലിയ പരിചയമില്ലാത്ത ഒരു എഴുത്തുകാരനാണ് എലി വൈസൽ. ആ രാത്രി ദ നൈറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം കൂടി ഭാഗമായിരുന്ന ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നടക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുക. നമുക്കറിയാം, കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ എന്ന് പറയുക യഹൂദരെ വധിക്കുവാനായിട്ട് ഹിറ്റ്ലർ പ്രത്യേകമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത ക്യാമ്പുകളാണ്. ഇത്തിരി മാരകമായ പീഡകളിലൂടെ ഇവർ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഒരു യഹൂദനായിട്ടുള്ള എലി വൈസൽ, അദ്ദേഹം പിൻകാലത്ത് ഈ പുസ്തകത്തിന്റെ പേരിൽ സമാധാനത്തിലുള്ള നോബൽ സമ്മാനമൊക്കെ നേടിയ വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പിടിക്കപ്പെട്ട് ഒരു തടവുകാരനായിട്ട് കഴിയുന്ന ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഒരു ദിവസം ഒരാൾ തടവ് ചാടുകയാണ്. ഹിറ്റ്ലറിന്റെ നിയമം അനുസരിച്ച് ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു തടവ് പുള്ളി തടവ് ചാടിയിട്ടുണ്ടെങ്കിൽ പകരം 3 തടവ് പുള്ളികൾ തൂക്കിലേറ്റപ്പെടണം. ഇതാണ് ഹിറ്റ്ലറിന്റെ നിയമം. അങ്ങനെ അദ്ദേഹം ജീവിച്ചിരുന്ന ഈ തടവറയിൽ നിന്നും ഒരാൾ തിരിച്ച് തടവ് ചാടിപ്പോയപ്പോൾ, ഒരാൾ തടവ് ചാടിയിട്ടുണ്ടെങ്കിൽ 3 പേരെ തൂക്കിക്കൊല്ലുവാനായിട്ട് ഇവര് സെലക്ട് ചെയ്തു. ബാക്കി എല്ലാ തടവ് പുള്ളികളെയും ഇങ്ങനെ നിർത്തി അവരുടെ മുൻപിൽ വെച്ചാണ് 3 പേരെയും തൂക്കിലേറ്റുക. കാരണം നിങ്ങൾ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ കൂടെയുള്ള മറ്റുള്ളവർക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന മാരകമായിട്ടുള്ള രീതി. ഇപ്രകാരം 3 പേരെയും തൂക്കിലേറ്റുവാനായിട്ട് തലക്കയറിന്റെ തയ്യാറാക്കിയിരിക്കുന്നു. 3 പേരെയും സ്റ്റൂളിലേക്ക് കയറ്റി നിർത്തുന്നു. 3 പേരുടെയും കഴുത്തില് കൊലക്കയറിട്ട് ഈ സ്റ്റൂളുകളിൽ തട്ടി മാറ്റുന്നു. എലി വൈസൽ ഇപ്രകാരം പറയുകയാണ്, ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ 2 അറ്റങ്ങളിലും ഉണ്ടായിരുന്ന പ്രായപൂർത്തിയായ 2 പേരും മരിച്ചു വീഴുകയാണ്. പക്ഷേ ഒരു 9 വയസ്സുകാരനാണ് നടുക്കത്തെ കൊലക്കയറിൽ തൂക്കിലേറ്റപ്പെടുക. അദ്ദേഹം പറയുന്നു, ഏകദേശം അരമണിക്കൂറോളം മരണത്തിനും ജീവനും ഇടയിൽ ഈ കുട്ടി ഇങ്ങനെ തൂങ്ങിയാടിയപ്പോൾ താൻ കൂടെ ഭാഗമായിരുന്ന തടവുകാർക്കിടയിൽ നിന്ന് ഇപ്രകാരം ഒരു സ്വരമുണ്ടായി എന്ന് എലി വൈസൽ പറയുകയാണ്, വേർ ഈസ് ഗോഡ്, വേർ ഈസ് ഹി, ദൈവമേ നീ എവിടെയാണ്? ഇപ്രകാരം നിഷ്കളങ്കനായ ഒരു കുട്ടി മരണത്തിന്റെ ഇടയിലൂടെ കടന്നു പോയപ്പോൾ അവിടെ കൂടിയിരുന്ന തടവുകാർ ഇപ്രകാരം ചോദിച്ചു, ദൈവമേ നീ എവിടെയാണ്? വേർ ഈസ് ഗോഡ്, വേർ ഈസ് ഹി? അതിമാരകമായിട്ടുള്ള പീഡകളിലൂടെ, സഹനങ്ങളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ കുറിച്ച് ഒത്തിരി സഹന കഥകൾ നമ്മൾ വായിക്കുന്നുണ്ട്. കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ കോൺക്രീറ്റ് ബങ്കറിൽ ഇപ്രകാരം എഴുതപ്പെട്ടു, കല്ലുകൊണ്ട് കോറപ്പെട്ടു എന്നാണ് പറയുക, if there is a God, he will have to beg my forgiveness. മുകളിൽ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം എന്റെ ക്ഷമ ചോദിക്കേണ്ടിയിരിക്കുന്നു, ഞാൻ കടന്നു പോകുന്ന മാരകമായ വേദനകൾക്ക്. ഏറ്റവും അധികം സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വ്യക്തി ജീവിതത്തിന്റെയും കുടുംബ ജീവിതത്തിന്റെയും സർവ്വസാധാരണമായ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഞാനും നിങ്ങളും ചോദിക്കുന്ന ചോദ്യമാണ്, വേർ ഈസ് ഗോഡ്, വേർ ഈസ് ഹി? ദൈവമേ നീ
എവിടെയാണ്? എന്റെ ജീവിതത്തിന്റെ സഹന നിമിഷങ്ങളിൽ, എന്റെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിൽ, എന്റെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ, സങ്കടങ്ങളിൽ, പ്രയാസങ്ങളിൽ, രോഗ അവസ്ഥകളിൽ, കടബാധ്യതകളിൽ, എന്റെ ജീവിതത്തിന്റെ സഹന നിമിഷങ്ങളിൽ ദൈവമേ നീ എവിടെയാ? ദൈവമേ നീ എവിടെയാ? സ്നേഹിക്കുന്നവനായ, പരിപാലിക്കുന്നവനായ, സർവത്തിന്റെയും നിയന്ത്രണാതാവായ ദൈവമേ, എന്റെ ജീവിതത്തിന്റെ സഹനത്തിന്റെയും പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും കണ്ണുനീരിന്റെയും നിമിഷങ്ങളിൽ ദൈവമേ നീ എവിടെയാ? കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ചോദിക്കുന്നുണ്ട്, വൈ ഗോഡ് വൈ ഹാവ് യു ഫോർസേക്കൻ മീ? എന്റെ ദൈവം, എന്റെ പിതാവേ, എന്തുകൊണ്ട് നീ എന്നെ കൈവടിഞ്ഞു? സഹന നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഞാനും നിങ്ങളും അറിയാതെ ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് ദൈവമേ നീ എന്നെ കൈവടിഞ്ഞു? എന്നെ സ്നേഹിക്കുന്നവനായ ദൈവമേ, എന്നെ പരിപാലിക്കുന്നവനായ ദൈവമേ, സർവനിയന്ത്രാതാവായ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവടിഞ്ഞു? ഈ ദേവാലയത്തിലായിരിക്കുന്ന നമുക്കെല്ലാവർക്കും സഹനങ്ങളുണ്ട്. നമ്മൾ കുട്ടികളോ, സന്യസ്തരോ, വൈദികരോ, ഏകസ്ഥരോ, കുടുംബനാഥയോ, നമ്മൾ ഏത് ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ചെറുതും വലുതുമായ വലിയ സഹന നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഞാനും നിങ്ങളും. അനുദിന ജീവിത സാഹചര്യങ്ങളിൽ കുട്ടികളോട് ചോദിച്ചാൽ മതി, മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളത് കുട്ടികൾക്ക് സഹനമാണ്, അല്ലെ? നമുക്ക് പഠിക്കാൻ, നമുക്ക് കളിക്കാൻ, നമുക്ക് TV കാണാൻ, ഫോൺ ഉപയോഗിക്കാൻ അവരുടെ സംബന്ധിച്ചിടത്തോളം വലിയ സഹനങ്ങളാണ്. ചെറിയ കാര്യങ്ങളാണ്, അവർക്കത് വലിയ സഹനങ്ങളാണ്. പഠിച്ചു തുടങ്ങുന്ന യുവാക്കൾക്ക് ഒരു നല്ല കോഴ്സ് കണ്ടെത്തുവാനായിട്ട്, ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനായിട്ട്, നല്ല ജോലി കണ്ടെത്തുവാനായിട്ട് ബുദ്ധിമുട്ട്. ലഹരിയുടെ ഒരു ലോകം നമുക്ക് ചുറ്റും കടമാടുന്നു. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന നമ്മുടെ ജീവിതത്തില് സഹനങ്ങള്, കടബാധ്യതകള് കടന്നു വന്നേക്കാം. ഈ സഹനങ്ങളുടെ എല്ലാം ഇടയിൽ ഞാനും നിങ്ങളും അറിയാതെ ചോദിക്കുന്നു, ദൈവമേ നീ എവിടെയാണ്? എന്റെ ജീവിതത്തിന്റെ സഹന നിമിഷങ്ങളിൽ എന്നെ പരിപാലിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, എന്നോട് കൂടെ ആയിരിക്കുന്ന ദൈവമേ നീ എവിടെയാണ്? പ്രിയമുള്ളവരെ, മനുഷ്യ സാധാരണമായ സഹനങ്ങളെ എങ്ങനെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ സഹനത്തെ എങ്ങനെ തിരിച്ചറിയാം എന്ന് മനസ്സിലാക്കുവാനായിട്ട് അല്പസമയം നമുക്ക് മാറ്റിവെക്കാം. ഒരു സന്യാസ വൈദികൻ എന്ന നിലയിൽ ഞങ്ങളുടെ ശുശ്രൂഷ മേഖല, ഇടവക ധ്യാനങ്ങളും അപ്രകാരമുള്ള ശുശ്രൂഷ മണ്ഡലത്തിലൂടെയും കടന്നു പോകുമ്പോൾ പലപ്പോഴും ഈ ധ്യാനങ്ങൾക്ക് ഒരുക്കമായിട്ട് ഭവന സന്ദർശനത്തിന് ഒത്തിരി വീടുകളിലൂടെ പോകാറുണ്ട്, നടന്നു പോകാറുണ്ട്. രണ്ട് രീതിയിൽ സഹന നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഈ ഭവന സന്ദർശന വേളയിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒന്നാമതായിട്ട്, സഹനങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, സങ്കടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിരാശയിൽ, ജീവിതത്തിന്റെ മുൻപോട്ടുള്ള വഴികൾ നിരാശയിൽ അവസാനിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ, ഒത്തിരി വ്യക്തികളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. പലപ്പോഴും നിരാശയിൽ ജീവിതം ഉപ്പുകുത്തുന്ന ഒത്തിരി ജീവിതങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഞാനൊരു കൊച്ചനായിട്ട് ശുശ്രൂഷ ചെയ്ത കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഒരുത്തോടെന്ന് പറയുന്ന ഇടവക ദേവാലയത്തിലാണ്. ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ അത്ഭുതപ്പെടുത്തി. മറ്റൊന്നുമല്ല, ഈ വള്ളി മണലും കാടുമൊക്കെ വീടിന്റെ മുൻവശത്തേക്കൊക്കെ കയറി ആർത്ത് കിടക്കുകയാണ്. നമുക്കറിയാം, ചേച്ചിമാര് എല്ലാ ദിവസവും രാവിലെ കുറ്റമൊഴിക്കുന്നവരാ. രാവിലെ ഒരു എന്നാ പറയട്ടെ, ചെറിയൊരു ചെടിയോ ഇലയോ ഒക്കെ വീടിന്റെ മുമ്പിൽ കണ്ടിട്ട് അത് എടുത്ത് മാറ്റുന്നവരാണ്. ഈ വീട് വലിയ സഹന നിമിഷങ്ങളിലൂടെ കടന്നുപോയി. മകൻ PSC ജോലി കിട്ടി അപ്പോയിന്റ്മെന്റ് ലെറ്ററുമായിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ വലിയൊരു ആക്സിഡന്റിൽ ഈ മകനെ നഷ്ടപ്പെട്ടു. മകനെ നഷ്ടപ്പെട്ട ആ ദിവസം തൊട്ട് ജീവിതത്തിൽ വലിയ സഹനമാണ്. ചിലതിന് ഒന്നും കുറച്ച് കാണില്ല, പക്ഷേ ജീവിതം തീർന്നതുപോലെ ഇനി മുൻപോട്ടേക്ക് ജീവിതം ഒന്നുമില്ലെന്നുള്ള വലിയ സഹനത്തിലൂടെ കടന്നു പോകുന്നവര് ജീവിതത്തിൽ വലിയ നിരാശയിലേക്ക് കടന്നു പോകുന്നു. എന്നാൽ ഇതേ ശുശ്രൂഷ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ വ്യക്തി ജീവിതത്തിന്റെ സഹനങ്ങളെ വലിയ പ്രതീക്ഷയോടുകൂടി ദൈവത്തിൽ പ്രത്യാശയർപ്പിച്ചുകൊണ്ട് സഹന ജീവിതത്തിൽ പ്രതീക്ഷയുടെ പുന്നാമ്പുകളായിട്ട് മാറുന്ന ഒത്തിരി വ്യക്തികളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒരു രീതിയിൽ എന്റെ ഈ വ്യക്തി ജീവിതത്തിന്റെ സഹനങ്ങളിൽ പ്രത്യാശയോടെ ജീവിതത്തെ നോക്കിക്കാണുവാനായിട്ട്, പ്രതീക്ഷയോടെ ജീവിതത്തെ നോക്കിക്കാണുവാനായിട്ട്, വിശ്വാസ ജീവിതത്തിൽ അടിയുറച്ചു വളരുവാനായിട്ട് എന്നെയും പഠിപ്പിക്കുന്നത്, പ്രചോദിപ്പിക്കുന്നത് ഇപ്രകാരമുള്ള ദൈവജനമാണ്. കഴിഞ്ഞ വർഷം ഒരു ധ്യാനത്തിന് ക്യാൻസർ ബാധിതയായിട്ടുള്ള ഒരു സഹോദരി വലിയ ക്യാൻസറിന്റെ വിഷമത്തിലൂടെ കടന്നു പോകും. നമുക്കറിയാം, നമ്മൾ ഭവന സന്ദർശനത്തിന് പോകുമ്പോൾ നമ്മുടെ ഈ വാർഡിലെ കമ്മിറ്റിക്കാർ ഓരോ വീടിനെ കുറിച്ച് പറയും, വെച്ചാൽ അടുത്ത വീട്ടിൽ ഇങ്ങനെയാണ് സിറ്റുവേഷൻ. അപ്പം ഈ സഹോദരി എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് വിചാരിച്ച് ചെന്ന
അവിടെ ചെന്ന് എന്നോട് ഈ സഹോദരി പറഞ്ഞ വാക്കുകൾ ഞാൻ ഞെട്ടിപ്പോയി. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വിചാരിച്ചു രോഗം മാറാൻ വേണ്ടിയിട്ടായിരിക്കും പ്രാർത്ഥിക്കുക. അല്ല, അച്ഛാ, ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് പോലെ പ്രാർത്ഥനയും ദൈവവുമായി, വലിയ സഹനത്തിലൂടെ കടന്നു പോകുന്ന പറയാം, പ്രാർത്ഥനയും ദൈവവുമായി ഒന്നായി ജീവിക്കുന്നതിന് എനിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. എന്റെ കണ്ണ് തുറപ്പിച്ച വ്യക്തിയാണ് അച്ഛൻ പറഞ്ഞത്. ജീവിതത്തിന്റെ സഹനങ്ങളിൽ നിരാശയിലെ പടുക്കുഴിയിലേക്ക് തകർന്നു പോകുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ജീവിതത്തിന്റെ സഹനങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിത സഹനങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ പരിശ്രമിക്കുന്ന ദൈവജനത്തെ അച്ഛൻ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സഹനത്തിന്റെ നിമിഷങ്ങളിൽ നമ്മൾ ഒന്നാമതായിട്ട് തിരിച്ചറിയേണ്ട വസ്തുത എന്ന് പറയുക, പലപ്പോഴും നമ്മൾ ചിന്തിക്കുക സഹനം നമ്മുടെ പാപത്തിന്റെ ഫലമാണ് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന വ്യക്തികളാണ്. നമ്മൾ പഴയ നിയമത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇപ്രകാരമുള്ള ഒരു ചിന്ത നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേൽ ജനം പാപത്തിലേക്ക് വഴുതി വീഴുമ്പോൾ സഹനം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ദാവീദിന്റെ പാപത്തിന്റെ ഫലമായിട്ട് ബത്ശബയിൽ ഉണ്ടാകുന്ന കുട്ടി മരിച്ചു പോകുന്നത്. പലപ്പോഴും നമ്മളും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, പാപത്തിന്റെ ഫലമാണോ സഹനം? ഞാൻ എന്ത് ചിലപ്പോൾ ചില സഹന നിമിഷങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഇപ്രകാരമുള്ള ഒരു സഹനത്തിലൂടെ ഞാൻ കടന്നു പോകുവാനായിട്ട്? ഈശോ തന്നെ ഈ ഒരു ചിന്തയെ നിരാകരിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഗുരു, ഇവൻ അന്ധനായി ജനിച്ചത് ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെ പാപം മൂലമാണോ, ആരുടെ പാപം മൂലമാണോ എന്ന ചോദ്യത്തിന് ഈശോ പറയുന്നുണ്ട്, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ പാപം മൂലമല്ല, ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനില് പ്രകടമാകേണ്ടതിന് വേണ്ടിയിട്ടാണ് ഇവന് അന്ധനായിട്ട് ജനിച്ചതെന്ന്. പലപ്പോഴും നമ്മുടെ പൂർവികരുടെ പാപമാണ്, സഹോദരന്റെ പാപമാണെന്നൊക്കെ പറയും. ഉറപ്പായിട്ടും പാപകരമായ ജീവിത സാഹചര്യം അത് ഞാനും നിങ്ങളും ആര് തന്നെ നയിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരാം. പാപത്തിന്റെ ഫലം നാം അനുഭവിക്കണം. പക്ഷേ പാപത്തിന്റെ ശിക്ഷയൊന്നുമല്ല എല്ലാ സഹനങ്ങളും എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക. രണ്ടാമതായിട്ട് ദൈവം നൽകുന്ന ശിക്ഷയാണ് സഹനമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, അത്തരുണത്തിൽ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. പക്ഷേ നമ്മൾ ദൈവവചനത്തിൽ ഇതിന്റെ ആഴത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ തന്നെ പറയുന്നത്, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിലെ പിതാവ് ദൈവം സന്തോഷിക്കുന്നുവെന്ന് തമ്പുരാൻ പറഞ്ഞു വെക്കുമ്പോൾ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ അല്ല വചനത്തിൽ നമ്മൾ കാണുക. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ധൂർത്തപുത്രന്റെ മടങ്ങി വരവിന് വേണ്ടി പിതാവ് കാത്തിരിക്കുകയാണ് സ്നേഹപൂർവ്വം. ഇപ്പം ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ അല്ല വചനം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുക. പകരം അനുദപിക്കുന്ന നിമിഷത്തില്, തിരിച്ചു വരവിന്റെ നിമിഷത്തില് എന്നെ ക്ഷമയോടെ ക്ഷമിക്കുന്ന സ്നേഹവുമായിട്ട് എന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കണ്ടുമുട്ടുക. പലപ്പോഴും സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചോദിക്കും, ആരാണ് എന്റെ സഹനത്തിന്, എന്റെ വേദനയ്ക്ക് കാരണക്കാരൻ? പലപ്പോഴും നമ്മുടെ സഹനങ്ങൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ചില സഹനങ്ങൾക്ക് നമ്മൾ തന്നെയാണ് കാരണക്കാരൻ. പലപ്പോഴും ധ്യാന നിമിഷങ്ങളിൽ വലിയ കടബാധ്യതകളുടെ കഥകളുമായിട്ട് കടന്നു വരുന്നത് എല്ലാവരെ കുറിച്ചല്ല അച്ഛൻ പറയുക. പലരെയും കാണാറുണ്ട്, 50 ലക്ഷം 60 ലക്ഷം ലക്ഷങ്ങളുടെ കോടികളുടെ കണക്ക്. എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു ചെല്ലുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നൊരു കാര്യം എന്നതാണ്, പണം ഇരട്ടിക്കാൻ വേണ്ടി കൊടുത്തു, ഇല്ലെങ്കിൽ വലിയ ലാഭവിഹിതം ആരെങ്കിലും പറഞ്ഞു, ഇതിനൊക്കെ പൈസ കൊടുത്തു, നഷ്ടപ്പെട്ടു, ഇല്ലെങ്കിൽ വ്യക്തവും കൃത്യവുമായിട്ടുള്ള ധാരണയില്ലാതെ ചില തെറ്റുകളിൽ നിക്ഷേപിച്ചു, ഇപ്രകാരം വലിയ കടബാധ്യത. നമ്മള് തിരുവനന്തപുരത്ത് മകൻ അമ്മയെ മരണാസന്നയാക്കുന്നു, സഹോദരനെ വധിക്കുന്നു, അവൻ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പെൺകുട്ടിയെ വധിക്കുന്നു. അങ്ങനെ അപ്പന്റെ ചേട്ടനെ, അനുജത്തിയെയും വലിയമ്മയെയും വധിച്ച ആ സംഭവത്തിൽ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട്. അപ്പനറിയാവുന്ന കടബാധ്യത 15 ലക്ഷം, അവർക്കുള്ള കടബാധ്യത 60-75 ലക്ഷം. മറ്റു പല രീതിയിലും പണം ചെലവഴിച്ചു വലിയ കടബാധ്യതകൾ വരുത്തി വെക്കുന്നു. പലപ്പോഴും ചിലതും വലുതുമായ നമ്മുടെ സഹന നിമിഷങ്ങളുടെ കാരണക്കാരൻ നമ്മൾ തന്നെയാകാം. ഇല്ല എങ്കിൽ ചിലപ്പോൾ നമ്മുടെ സഹന നിമിഷങ്ങളുടെ കാരണക്കാരൻ നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ട് മാറുന്ന ഒത്തിരി സംഭവങ്ങൾ പലപ്പോഴും കണ്ടുമുട്ടുന്നുണ്ട്. ധ്യാന നിമിഷത്തിൽ കണ്ടുമുട്ടിയ, കൗൺസിലിംഗ് സമയത്ത് കണ്ടുമുട്ടിയ ഒരു സഹോദരിയാണ്. അവളുടെ ജീവിതകഥ ഇപ്രകാരമാണ് പറഞ്ഞാ, മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ മോശമായിട്ടൊരു സ്ത്രീയാണ്. കാരണം മറ്റൊന്നുമല്ല, സഭയെ ധിക്കരിച്ച്, മാതാപിതാക്കളെ ധിക്കരിച്ച്, സഭയെയും മാതാപിതാക്കളെ ധിക്കരിച്ച് ഞാൻ ഒരു വ്യക്തിയുടെ കൂടെ ഇറങ്ങിപ്പോയി. സഭയിൽ
വിവാഹം നടത്തിയിട്ടില്ല. രജിസ്റ്റർ മാരേജ് ചെയ്ത് മറ്റൊരുത്തന്റെ കൂടെ, അതും വലിയ കഴിവുള്ളവരെന്ന് പറയുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണ്, അവന്റെ കൂടെ ഞാൻ ഇങ്ങനെ ജീവിക്കുകയാണ്. മറ്റുള്ളവർ ചിന്തിക്കുമ്പോൾ നോക്കുമ്പോൾ ഞാൻ വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയാണ്. പക്ഷേ ഈ അവസ്ഥയിലേക്ക് എന്നെ തള്ളിവിട്ടത് മറ്റാരുമല്ല, എന്നെ സ്നേഹപൂർവ്വം വളർത്തേണ്ട, എന്നെ മകളായിട്ട് കാണേണ്ട അപ്പൻ മകളായിട്ട് കാണാതെ ഒരു സ്ത്രീയായിട്ട് കണ്ട് എന്നെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്ത് ആ വീട്ടിൽ നിന്നും എനിക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ആ മകളുടെ ജീവിതത്തിന്റെ സഹനത്തിന് കാരണക്കാരൻ അപ്പൻ തന്നെ. പ്രിയമുള്ളവരെ, ഇങ്ങനെയും സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. മൂന്നാമതായിട്ട്, എന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ലാത്ത, എന്താണ് കാരണമെന്ന് ഞാൻ തിരിച്ചറിയാത്ത ഏതോ ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പ്രകാരമുള്ള സഹന നിമിഷങ്ങളിൽ പരാതികളും പരിഭവവുമായിട്ട് ഞാൻ നിങ്ങളും കണ്ണുനീരോടെ പലപ്പോഴും തമ്പുരാന്റെ സന്നിധിയിൽ ആയിരിക്കാറുണ്ട്, കരയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. എന്തുകൊണ്ട് ഈ സഹനങ്ങള്, എങ്ങനെ ഈ സഹന നിമിഷങ്ങളെ നമുക്ക് അതിജീവിക്കാനായിട്ട്, തമ്പുരാന്റെ കരം പിടിച്ചുകൊണ്ട് അതിജീവിക്കാനായിട്ട് സാധിക്കും? ഒന്നാമതായിട്ട് നമ്മൾ തിരിച്ചറിയുക, വ്യക്തി ജീവിതത്തിന്റെ സഹനങ്ങളെ വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണാനായിട്ട് പരിശ്രമിക്കുക. അച്ഛൻ പറഞ്ഞു, സഹന നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന പലരും നിരാശയിലെ പടുകുഴിയിലേക്ക് അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ കുറവാണ്. ജീവിതത്തിന്റെ സഹനങ്ങൾ ഇങ്ങനെ പെരുകുമ്പോൾ തമ്പുരാന്റെ കരം പിടിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ സഹനത്തെ നോക്കിക്കാണുന്നവരെല്ലാം ഈ സഹനത്തെ അതിജീവിക്കുവാനുള്ള കൃപ സ്വീകരിക്കുന്നതായിട്ട് പലപ്പോഴും കാണുകയാണ്. സഹന നിമിഷങ്ങളിൽ നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവമേ എവിടെയാണ്? എലി വയസ്സ് പറഞ്ഞു വെക്കുന്നത് പോലെ, വെർ ഈസ് ഗോഡ്? ദൈവം എവിടെയാണ്? എന്റെ സഹനത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന, എന്നെ പരിപാലിക്കുന്ന, എന്റെ കൂടെയായിരിക്കുന്ന എന്റെ ദൈവം എവിടെയാണ്? പ്രിയമുള്ളവരെ, ദൈവം സഹിക്കുന്നവന്റെ കൂടെയുണ്ടെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുക. ഞാനും നിങ്ങളും സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്റെയും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിന്റെ സഹന നിമിഷങ്ങളുടെ കൂടെ തമ്പുരാനുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം വചനത്തില് മോശയെ വിളിക്കുന്ന അതിമനോഹരമായിട്ടുള്ള രംഗം നമ്മൾ കാണുന്നുണ്ട്. ദൈവം മോശയെ പ്രത്യേകമായിട്ട് ഇസ്രായേലിന്റെ വിമോചനത്തിന് വേണ്ടി വിമോചകനായിട്ട്, ഇസ്രായേലിന്റെ വിമോചകനായിട്ട് വിളിക്കുമ്പോൾ ദൈവം മോശയോട് പ്രകാരം പറയുകയാണ്, എന്റെ ജനത്തിന്റെ ക്ലേശം ഞാൻ കണ്ടു, അവരിൽ നിന്നുയർന്ന രോദനം ഞാൻ കേട്ടു, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ജനത്തിന്റെ രോദനം കാണുകയും കേൾക്കുകയും അത് അനുഭവിച്ചറിയുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പ്രത്യുത്തരമാണ് മോശയുടെ വിളിയെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കുക, സഹിക്കുന്ന എന്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ സഹന നിമിഷങ്ങളിൽ തമ്പുരാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിയുക. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിൽ സൗളിനെ പൗലോസാക്കി മാറ്റുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. തീഷ്ണമതിയായിട്ടുള്ള യഹൂദൻ, ഗമാലിയേലിന്റെ ശിഷ്യനായിട്ടുള്ള സൗള് ഇസ്രായേലില് ക്രിസ്തു മാർഗം സ്വീകരിച്ച എല്ലാവരെയും ശിക്ഷിക്കുവാനായിട്ട് ജെറുസലേമിൽ നിന്നും ദമാസ്കസിലെ സിനഗോഗിലേക്ക് അധികാരപത്രവുമായിട്ട് പോകുന്ന വഴിയിൽ ദമാസ്കസിനെ സമീപിക്കുമ്പോൾ അവൻ ഒരു സ്വരം കേൾക്കുന്നു, ദൈവത്തിന്റെ സ്വരം. സാവൂൾ 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 തിരിഞ്ഞു നിന്ന് കുതിരയുടെ പുറത്ത് ചോദിക്കുന്നു, അങ്ങ് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നത് ഇപ്രകാരമാണ്, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. ദൈവവചനത്തിലൂടെ പുതിയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു വസ്തുതയുണ്ട്. എവിടെയും സാവൂൾ പൗലോസ് ഈശോയെ കണ്ടുമുട്ടുന്നില്ല, ഈശോയെ പീഡിപ്പിക്കുവാനായിട്ട്. എവിടെയും സാവൂൾ ഈശോയെ കണ്ടുമുട്ടുന്നില്ല. അവന്റെ ജീവിത കാലഘട്ടത്തിൽ ഒരിടത്തും അവൻ തമ്പുരാനെ കണ്ടുമുട്ടുന്നില്ല. പത്രോസ്ലിയ പറയുന്നുണ്ട്, പൗലോസ്ലിയ പറയുന്നുണ്ട്, ഒരു അകാല ജാതനാൽ എന്ന പോലെ ഉചിതനായ ക്രിസ്തു എനിക്ക് തന്നെ എനിക്ക് വെളിപ്പെടുത്തി എന്ന് പറയുമ്പോൾ അവന്റെ ജീവിത കാലഘട്ടത്തിൽ എവിടെയും പരസ്പരം കണ്ടുമുട്ടിയിട്ടില്ല എങ്കിൽ ക്രിസ്തു മാർഗം സ്വീകരിച്ചവരെ പീഡിപ്പിച്ചപ്പോൾ ക്രിസ്തു തന്നെയാണ് പീഡിപ്പിക്കപ്പെട്ടതെങ്കിൽ ക്രിസ്തു മാർഗം സ്വീകരിച്ചവരെ നമുക്കറിയാം, പൗലോസാണ് അല്ലെങ്കിൽ സൗളാണ് സ്റ്റീഫന്റെ വധത്തിന് മുന്നിട്ട് നിൽക്കുന്ന വ്യക്തി. അപ്പം ക്രിസ്തു മാർഗം
സ്വീകരിച്ചവര് പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, സങ്കടത്തിലൂടെ, പ്രയാസത്തിലൂടെ, ദുഃഖത്തിലൂടെ, വേദനയിലൂടെ അവർ കടന്നുപോയപ്പോൾ ക്രിസ്തു തന്നെയാണ് പീഡിപ്പിക്കപ്പെട്ടതെങ്കിൽ സഹിക്കുന്ന എന്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത സഹന നിമിഷങ്ങളിൽ തമ്പുരാൻ നിങ്ങളുടെ കൂടെയുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ അന്ത്യവിധിയുടെ മനോഹരമായിട്ടുള്ള ഉപമ നമ്മൾ വായിക്കുമ്പോൾ ഈശോ തന്നെ പറയുന്നുണ്ട്, എന്റെ ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ഭക്ഷിക്കാൻ കൊടുത്തപ്പോൾ, കുടിക്കുവാൻ കൊടുത്തപ്പോൾ, വസ്ത്രം കൊടുത്തപ്പോൾ, രോഗിയായിരുന്നപ്പോൾ സന്ദർശിച്ചപ്പോൾ, കാരാഗ്രഹത്തിൽ സന്ദർശിച്ചപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങളിത് ചെയ്തത്. അവർക്കത് ചെയ്തു കൊടുക്കാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു കൊടുക്കാതിരുന്നത്. സഹന നിമിഷങ്ങളിൽ തമ്പുരാൻ എന്റെയും നിങ്ങളുടെയും കൂടെയുണ്ട്. സഹനത്തെ വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ കാണുമ്പോൾ, വിശ്വാസത്തിന്റെ കണ്ണാടിയിലൂടെ കാണുമ്പോൾ സഹന നിമിഷങ്ങളിൽ തമ്പുരാന്റെ കൂടെയുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം മനസ്സിൽ. രണ്ടാമതായിട്ട് എന്റെയും നിങ്ങളുടെയും എന്ന സഹന നിമിഷങ്ങൾ ദൈവം നന്മയ്ക്കായിട്ട് രൂപാന്തരപ്പെടുന്നു. നമ്മുടെ വ്യക്തി ജീവിതത്തില്, നമ്മുടെ ചുറ്റുമുള്ളവരുടെ നന്മയ്ക്കായിട്ട് ചില സഹനങ്ങളെ, എല്ലാ സഹനങ്ങളും ചില സഹനങ്ങളെ ദൈവത്തിന് രൂപാന്തരപ്പെടുത്തുവാനായിട്ട് സാധിക്കും. എവിടെ നമ്മൾ കാണുക? തോബിത്തിന്റെ ജീവിതം നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. BC 721 ഇസ്രായേലിൽ നിന്നും നാട് കടത്തപ്പെടുന്ന നഫ്താലി വംശജനായിട്ടുള്ള തോബിതിനെ നമ്മൾ മനസ്സിലാക്കുകയാണ്. നമുക്കറിയാം ഇസ്രായേലിന്റെ ചരിത്രം എന്ന് പറയുക സ്വജനം സ്വന്തം നാട്ടിൽ നിന്നും, തങ്ങളുടെ ദൈവാലയത്തിൽ നിന്നും, കൃഷിയിടത്തിൽ നിന്നും, കുടുംബത്തിൽ നിന്നും നിരന്തരമായിട്ട് നാട് കടത്തപ്പെട്ട് ജീവിക്കുന്ന ഇസ്രായേൽ സമൂഹം ബാബിലോണിലേക്ക്, അസീറിയയിലേക്ക്, ഗ്രീക്കിലേക്ക്, റോമൻ അധിനിവേശത്തിന്റെ കാലഘട്ടത്തിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ഇവര് ഒത്തിരിയേറെ നാട് കടത്തലുകൾക്ക് വിധേയരാകുന്നുണ്ട്. പക്ഷേ ഈ സഹനത്തിന്റെ, ഏകാന്തതയുടെ, പ്രയാസത്തിന്റെ, മറ്റൊരു നാട്ടിൽ ജീവിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ തോബിത് നീതിമാനായിരുന്നു എന്നാണ് വചനം പറഞ്ഞു വെക്കുക. അദ്ദേഹം നീതിമാനായിരുന്നു, നീതിപൂർവ്വം അദ്ദേഹം ജീവിച്ചിരുന്നു. എല്ലാവരെയും സഹായിച്ച്, സാധിക്കുന്ന രീതിയിൽ എല്ലാവരെയും സഹായിച്ച് ജീവിക്കുന്ന തോബിത്. പക്ഷേ വചനത്തിൽ നമ്മൾ കാണുകയാണ്, ഒരു വ്യക്തിയെ, മരിച്ച ഒരാളെ അടക്കി തിരിച്ചു വന്ന് അശുദ്ധനായതുകൊണ്ട് വീട്ടിൽ കയറാൻ കഴിയാതെ വീടിന്റെ സൈഡിൽ ഇരുന്ന് രാത്രിയിൽ ഉറങ്ങുന്ന, മതിലിൽ ചാരി ഉറങ്ങുന്ന തോബിതിന് വലിയ സഹനം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവന്റെ കണ്ണുകളിൽ പക്ഷി തൂറി, അവന് കാഴ്ച നഷ്ടപ്പെട്ടു. തോബിതിന്റെ പുസ്തകം 3-ാം അധ്യായം 6-ാം വചനത്തിൽ തോബിത് പറയുകയാണ്, എന്റെ ജീവിതം തിരികെ എടുത്തുകൊള്ളുക, ഞാൻ മരിച്ചു മണ്ണായി തീർന്നു കൊള്ളട്ടെ, ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ്. സഹന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാനും നിങ്ങളും ചിലപ്പോഴൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, നീതിമാനായിട്ടുള്ള തോബിത് സഹനത്തിലൂടെ കടന്നുപോയപ്പോൾ ആ സഹനം മറ്റു പലരുടെയും വ്യക്തി ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറുന്നു. നമ്മൾ കാണുന്നുണ്ട്, തോബിതിന് ഈ സഹനം സംഭവിച്ചത് കൊണ്ടാണ് മകനായിട്ടുള്ള തോബിയാസിനെ അദ്ദേഹം ഈ താൻ നൽകിയ പണം വാങ്ങുവാനായിട്ട് അയക്കേണ്ടി വരുന്നത്. തോബിയാസിന് തന്നെ പോകുവാനായിട്ട് സാഹചര്യങ്ങളില്ല എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് റാഫായേൽ മാലാഖയാണെന്നുള്ള തിരിച്ചറിവ് പോലുമില്ലാതെ കൂടെ കൂട്ടുകയാണ് ഒരു സുഹൃത്ത് എന്ന നിലയിൽ. ഇവർ രണ്ടുപേരും പോയത് കൊണ്ടാണ് 7 വിവാഹം കഴിഞ്ഞതിന് ശേഷവും ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട ആത്മഹത്യയുടെ വക്കിൽ കഴിയുന്ന സാറായെ ഇവർ കണ്ടുമുട്ടുകയും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമാവുകയും ചെയ്യുക. തിരിച്ച് വരുന്ന നിമിഷത്തിൽ തോബിതിന് കാഴ്ച ശക്തി വീണ്ടും കിട്ടി. ഒരുപക്ഷെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട്, മനസ്സിലാക്കുവാനായിട്ട്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചിന്തിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്റെ സഹന നിമിഷങ്ങൾ അത് ദൈവം നൽകിയതല്ലേ എങ്കിലും എങ്ങനെയൊക്കെയോ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള സഹന നിമിഷങ്ങളെ നന്മയ്ക്കായിട്ട്, കൃപയ്ക്കായിട്ട് രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന് സാധിക്കുമെന്ന് തിരിച്ചറിയുക. ഒരു ചെറിയ അനുഭവം പങ്കുവയ്ക്കാം. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു കാര്യം. ആറാം വയസ്സിൽ എനിക്കൊരു ചിക്കൻ ബോക്സ് പിടിപെട്ടു. ചിക്കൻ ബോക്സ് ഒന്നവരുണ്ട്, ദൈവക്കാവും കുറച്ച് പേർക്ക് വന്നിട്ടുണ്ട്. നിങ്ങളോട് ചിന്തിക്കരുത്, ഇതൊരു വലിയ സാധനത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നത്, ഇങ്ങനെ ചിക്കൻ ബോക്സിന്റെ കഥയാണോ പറയുന്നത് എന്ന് വിചാരിക്കരുത്. ഒരു 6 വയസ്സിൽ 1-ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ചിക്കൻ ബോക്സ് എനിക്ക് പിടിപെട്ടു.
ചിക്കൻ ബോക്സ് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഡോക്ടറെ കൊണ്ട് കുറച്ച് മരുന്ന് മേടിച്ച് കഴിഞ്ഞാൽ അധികം ചിക്കൻ ബോക്സ് പൊങ്ങുമില്ല. പക്ഷേ എൻ്റെ വ്യക്തി ജീവിതത്തിൽ, കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് ഞാൻ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് വലിയ സഹനം നൽകിയ, വലിയ വേദന നൽകിയ, വലിയ ഏകാന്തത നൽകിയ ഒരു നിമിഷം എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇന്നത്തെ എൻ്റെ ചില സ്വഭാവ സവിശേഷതകളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സംഭവമായിട്ട് ഞാൻ പലപ്പോഴും കാണുന്ന ഒരു കാര്യമായിരുന്നു ചിക്കൻ ബോക്സ്. മറ്റൊന്നുമല്ല, ഒരു കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്ന ഞങ്ങൾ, അപ്പം അപ്പൻ്റെ അനുജന്റെ മകളുടെ 1ാം ബർത്ത്ഡേയുടെ സമയത്താണ് എനിക്ക് ഈ ചിക്കൻ ബോക്സ് പിടിപെടുന്നത്. ഞാൻ വീട്ടിൽ അടച്ച് കിടക്കുന്നത്. അപ്പൊ എല്ലാവരും പറഞ്ഞു അപ്പൻ്റെ അനിയനോട്, മൂത്ത മകളുടെ ബർത്ത്ഡേ ആണെങ്കിലും ബർത്ത്ഡേ ആഘോഷം മാറ്റി വെക്കുക, കാരണം ഒരാള് ഇവിടെ ചിക്കൻ ബോക്സ് പിടിച്ച് കിടക്കുകയാണ്. ആഘോഷിക്കാൻ വേണ്ടി എല്ലാവരും വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഞാൻ കൊച്ചാണ്, പിടിച്ചു നിർത്താനൊന്നും പറ്റത്തില്ല, ഓടിച്ചാടി നടക്കും, വരുന്നവർക്കെല്ലാം കൊടുക്കാനുള്ള സർവ്വ സാധ്യതയുമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പാപ്പനോട് ബർത്ത്ഡേ ആഘോഷമൊന്നും വേണ്ടെന്ന്. പക്ഷേ മൂത്ത മകള്, ഏക മകള്, അവരുടെ 1ാം ബർത്ത്ഡേ ആഘോഷിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് അപ്പൻ്റെ അനിയൻ ഏതായാലും ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പൊ പിന്നെ പ്രശ്നം ഞാനായി. എന്ത് ചെയ്തു? ബർത്ത്ഡേ ആഘോഷത്തിന്റെ 1-2 ദിവസങ്ങള്, അതിഥികളൊക്കെ വന്ന 1-2 ദിവസങ്ങള് എന്നെ പിടിച്ചിട്ട് മുറിയിലിട്ട് പൂട്ടി. നിങ്ങൾ വിചാരിക്കരുത് കുഴപ്പമുള്ള മുറിയൊന്നുമില്ല, അവിടെ കക്കൂസും ടോയ്ലറ്റൊക്കെ ഉണ്ടായിരുന്നു. സമയങ്ങളിൽ നല്ല കഞ്ഞിയും പപ്പടമൊക്കെ എനിക്ക് തന്നു. പക്ഷേ ഒരു 6 വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയുടെ നിമിഷങ്ങളായിരുന്നു. കാരണം എന്താ? പുറത്തുനിന്നുള്ള ചിക്കനും മട്ടനൊക്കെ വറക്കുന്ന വേണം, അടിപൊളി. നമ്മളിവിടെ കഞ്ഞി പപ്പടമൊക്കെ, ചുട്ട പപ്പടം കഞ്ഞിയും കുടിച്ചിരിക്കുന്നു. എൻ്റെ വ്യക്തി ജീവിതത്തിൽ വലിയ ഏകാന്തതയും വലിയ സഹനവും വലിയ ബുദ്ധിമുട്ടും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ മുറിയിൽ കിടന്ന് അലമുറയിട്ട് ഞാൻ കുറെ കരഞ്ഞു. എത്ര കരഞ്ഞു തുറക്കുകയല്ലോ, ആരും തുറക്കാത്ത ജീവിത അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയി. വലിയ മുറിവായിട്ട്, വ്യക്തി ജീവിതത്തിൽ വലിയ മുറിവായിട്ട്, സൗഖ്യം ആവശ്യമുള്ള ഒരു മേഖലയായിട്ട് അതിന്റെ ജീവിതത്തിൽ ഒത്തിരി വർഷങ്ങൾ കടന്നുപോയി. വടവാതിൽ സെമിനാരിയിൽ ഫിലോസഫി പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ തന്നെ സെമിനാരി തൊട്ട് താഴെയുണ്ട്. ഒരു ദിവസം എന്നെ കൊണ്ട് ബാച്ചുകാരനായിട്ടുള്ള അച്ഛൻ രാവിലെ എന്നെ ഒരു പരു കാണിച്ചു. നല്ല പരു കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, ഒന്നും പേടിക്കേണ്ട, ചിക്കൻ ബോക്സ് ആണ്. എൻ്റെ സഹോദരനാണ്, കുരുത്തക്കെട്ട സ്വഭാവമുള്ള എൻ്റെ സഹോദര വൈദികനായിട്ട് ഇറ്റലി ശുശ്രൂഷ ചെയ്യുന്നു. അവരോട് പറഞ്ഞു, എടാ മോനെ, ഇത് ചിക്കൻ ബോക്സ് ആണെന്ന് തോന്നുന്നു, നീ ഇറച്ചി മീനൊന്നും കഴിക്കണ്ട, സൂക്ഷിച്ചേക്ക്. തലതിരിഞ്ഞ സ്വഭാവമുള്ള ആളായതുകൊണ്ട് അന്ന് രാവിലെ കിട്ടിയ മുട്ട കഴിച്ചു. ഉച്ചയ്ക്ക് സെമിനാരിൽ നിന്ന് മിഷ്ടാങ്ങ പോയത് ചിക്കൻ കഴിച്ചു. ഞായറാഴ്ച സെമിനാരിൽ തിരിച്ചു വന്ന് മുട്ടയും ചിക്കനും കഴിച്ചു. അതും പോരാനായിട്ട് തിങ്കളാഴ്ച പോയി ബീഫും കഴിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ ഇത്രയും ചിക്കൻ ബോക്സ് വന്ന് അവശരായ ഒരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവൻ്റെ മുഖത്ത് തന്നെ ഒരു 100 പരു എണ്ണിയെടുക്കാനായിട്ടുണ്ടായിരുന്നു. ശരീരം മുഴുവൻ ആസകലം ചിക്കൻ ബോക്സ് വന്നു. ഇത് സൂര്യകുത്ത സ്ഥലമില്ലാന്നൊക്കെ നമ്മൾ പറയുന്ന അവസ്ഥ. പ്രിയമുള്ളവരെ, അവരിൽ തുടങ്ങി സെമിനാരിയിൽ 6-7 പേർക്ക് മാരകമായിട്ട്, ഒന്നാമത്തെ ആളുടെ അവസ്ഥ ഇതാണെങ്കിലും പിന്നെ പുറകെ വരുന്ന ആൾക്കാരുടെ അവസ്ഥ പറയേണ്ട കാര്യമില്ല. തിരുവ്യക്തികൾ 6-7 പേർക്ക് ചിക്കൻ ബോക്സ് വന്നു. ദൈവ പരിപാലനയിൽ അന്ന് അവിടെ ചിക്കൻ ബോക്സ് വന്ന ജീവിത അനുഭവം നമുക്കറിയാം. ചിക്കൻ ബോക്സ് ഉള്ളവരെ നോക്കാൻ പറ്റുള്ളൂ. ഉള്ള വ്യക്തി ഞാൻ മാത്രമായിരുന്നു. ഇന്നും ഞങ്ങളൊക്കെ വർഷങ്ങൾക്ക് ശേഷവും കണ്ടുമുട്ടുമ്പോൾ ഇവരെല്ലാം എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, മോനെ സോജ, നീ ഞങ്ങളുടെ അമ്മ നോക്കുന്നതിന് നന്നായിട്ട് ഞങ്ങളെ ആ ദിവസങ്ങളിൽ പരിപാലിച്ചു. ഒന്നിനു പുറകെ ഒന്നായിട്ട് 6 പേര്. പ്രിയമുള്ളവരെ, ശുശ്രൂഷ മനോഭാവത്തോടെ എന്റെ സഹോദരനെ കാണുവാനായിട്ട്, ഇനി അവരുടെ അമ്മ നോക്കുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ എന്നാൽ കഴിയുന്ന വിധത്തിൽ അവരെ പരിപാലിക്കുവാനായിട്ട്, അവരുടെ എല്ലാ ആവശ്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട്, അവരുടെ കൂടെ ആയിരിക്കുവാനായിട്ട്, ചൊറിയാൻ പറയുമ്പോൾ ചൊറിയാനും മാന്താൻ പറയുമ്പോൾ മാന്താനും, അവരിഷ്ടമുള്ള ഭക്ഷണം കൊടുക്കുവാനും എനിക്ക് പ്രചോദനമായത് ഞാൻ കടന്നുപോയ വലിയ സഹനത്തിന്റെ നിമിഷങ്ങളാണ്. ആ ജീവിതാനുഭവം ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ആ ഒരു ശുശ്രൂഷ മനോഭാവത്തോടെ അവരെ മനസ്സിലാക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കുകയില്ലായിരുന്നു. ചിലപ്പോഴൊക്കെ ഞാനും നിങ്ങളും കടന്നു പോകുന്ന സഹന നിമിഷങ്ങള് നമ്മളെയൊക്കെ രൂപാന്തരപ്പെടുത്തുന്ന, മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറുന്ന നിമിഷങ്ങളായിട്ട് പലപ്പോഴും മാറാറുണ്ട്. ദൈവശാസ്ത്ര പഠനം ബാംഗ്ലൂർ പഠിക്കുമ്പോൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ, ഞങ്ങളെന്നും അത്ഭുതത്തോടെ കൂടി നോക്കി കാണുന്ന ഒരു തമിഴ് ദമ്പതികളുണ്ട്. പ്രമീള ആന്റി എന്നും എഡ്വിൻ അങ്കിൾ എന്നും ആ സെമിനാരിയിലുള്ള ഞങ്ങൾ എല്ലാവരും അത്ഭുതത്തോടെ വിളിക്കുന്ന ഒരു തമിഴ് ദമ്പതികൾ. അവരുടെ കഥ വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. ഡെൻസിൽ എന്ന് പറയുന്ന 24 വയസ്സുള്ള അവരുടെ മകൻ ഒരു ദിവസം എല്ലാ സ്വാതന്ത്ര്യത്തിലും സന്തോഷത്തിലും ധനത്തിലും ഒക്കെ ജീവിക്കുന്ന അവരുടെ മകൻ ഒരു ദിവസം വൈകുന്നേരം പെട്ടെന്ന് സൂയിസൈഡിലേക്ക് പോകുന്നു. പെട്ടെന്ന് ഒരു ദിവസം മരിക്കുന്നു. അവൻ സൂയിസൈഡ് ചെയ്യുന്നു. 24 വയസ്സുകാരനായിട്ടുള്ള മകൻ. അവൻ ഇഷ്ടം, സ്നേഹം, പ്രേമം പറഞ്ഞ പെൺകുട്ടി അവരോട് നോ പറഞ്ഞതിന്റെ പേരില്. പക്ഷേ
ഈ വേദനയുടെ നിമിഷത്തിൽ വർഷങ്ങൾക്ക് ശേഷം ഈ ദമ്പതികൾ ഒരു ദിവസം ഞങ്ങളെല്ലാവരും ഓർക്കും മക്കളാണ്, ഇഷ്ടംപോലെ സമയം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ ചെല്ലാം, സമയം സ്പെൻഡ് ചെയ്യാം. ഒരു ദിവസം അവരുടെ നാവിൽ നിന്ന് കേട്ട വാക്കാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒത്തിരി സമയം ഞങ്ങൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന വ്യക്തികളാണ്. എപ്പോഴോ ഒരു ദിവസം ഈ മകൻ നഷ്ടപ്പെട്ട അമ്മ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ ഡെൻസിൽ പോയത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇത്രയും മക്കളെ ഞങ്ങൾക്ക് കിട്ടിയത്, ഞങ്ങൾ ഡെൻസിൽ പോയത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇത്രയും മക്കളെ ഞങ്ങൾക്ക് കിട്ടിയത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അമ്മ ഇപ്പോഴും മകൻ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ തന്നെ. പക്ഷേ ആ വേദനയിൽ ഒത്തിരി മക്കളെ വൈദിക വിദ്യാർത്ഥികളൊക്കെ സ്നേഹപൂർവ്വം കാണാനായിട്ട്, മക്കളെ പോലെ പരിചരിക്കാനായിട്ട്, സ്നേഹിക്കുവാനായിട്ട്, അവരുടെ കാര്യങ്ങളിൽ വ്യാപൃതരാകുവാനായിട്ട്, അവർക്ക് വേണ്ടി നിലകൊള്ളാനായിട്ട് ഒരു അമ്മയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതവരുടെ ദൈവം നൽകിയ അനുഗ്രഹമായിട്ട്, കൃപയായിട്ട് ഞാൻ കണക്കൂട്ടുകയാണ്. പലപ്പോഴും ചില സഹനങ്ങൾ സ്നേഹിക്കാനായിട്ടുള്ള വഴികളായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറും. മറ്റുള്ളവരെ സേവിക്കാനായിട്ടുള്ള വഴികളായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറും. പ്രിയമുള്ളവരെ, സഹനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, സഹനത്തെ വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ നോക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ, വലിയ യഥാർത്ഥ മാതൃകയായിട്ട് നമ്മുടെ മുൻപിൽ നിലകൊള്ളുന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. നമ്മൾ എന്നാ പറയുന്നത്? പരിശുദ്ധ അമ്മയ്ക്ക് എന്ത് വാർത്ത കിട്ടിയെന്നാ പറയുന്നത്? മംഗളവാർത്ത കിട്ടിയത്. ശരിയാണ്, മംഗളകരമായ വാർത്തയാണ്. രക്ഷാകര ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മയിലൂടെ നൽകപ്പെട്ടത് മംഗളവാർത്ത. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അത് കൊലക്കയറാണ്. നമുക്കറിയാം, യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, യഹൂദ ജീവിത സാഹചര്യത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത് അത്ര മംഗളകരമായ വാർത്തയേ അല്ല. കാരണം എന്നാ? വിവാഹ നിശ്ചയം കഴിഞ്ഞ് പുരുഷനുമായി സഹവസിക്കുന്നതിന് മുമ്പ് പെൺകുട്ടി, സ്ത്രീ ഗർഭിണിയായി കാണപ്പെട്ടാൽ കിരാതമായിട്ടുള്ള യഹൂദ നിയമം അനുസരിച്ച് അവളെ ആദ്യ കല്ലെറിയവരുടെ അവകാശം അവളുടെ ഭർത്താവായിട്ടുള്ള ജോസഫിന്. അപ്പം ഈ നിയമം അറിഞ്ഞുകൊണ്ട് തന്റെ വ്യക്തി ജീവിതത്തിൽ കടന്നു വരാനിരിക്കുന്ന സഹനം എന്തെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമ്മ പറയുക, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. തന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന സഹന നിമിഷങ്ങൾ എന്ത് തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുക, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പരിശുദ്ധ അമ്മയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഞാനും നിങ്ങളും. ലോകത്ത് എത്രയോ ദേവാലയങ്ങൾ പരിശുദ്ധ അമ്മയുടെ പേരിലുണ്ട്. പരിശുദ്ധ അമ്മയെ ദൈവമാതാവെന്നും സ്വർഗാരോപതിയെന്നും അമലോത്ഭവയെന്നും നിത്യകന്യകയെന്നും ഒക്കെ വാഴ്ത്തിപ്പാടുന്ന ഞാനും നിങ്ങളും പലപ്പോഴും അവൾ കടന്നുപോയ സഹന ജീവിത വഴികളെ കുറിച്ച് ധ്യാനിക്കുവാനായിട്ട്, മനസ്സിലാക്കുവാനായിട്ട്, ജീവിക്കുവാനായിട്ട് മറന്നു പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, മംഗളവാർത്ത, അത്ര ശുഭകരമല്ലാത്ത മംഗളവാർത്ത, അതിനുശേഷം നമ്മൾ തിരിച്ചറിയുകയാണ്, എവിടെയാ പരിശുദ്ധ അമ്മ പ്രസവിക്കുന്നത്? ഈശോയെ എവിടെയാ പ്രസവിക്കുന്നത്? ബത്ലഹേമിൽ, കാലിത്തൊഴുത്തിൽ. സ്ത്രീകൾക്കറിയാലോ, സ്ത്രീജനങ്ങള് പ്രസവമാവുമ്പോൾ നിങ്ങളുടെ അമ്മയുടെ ഭവനത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകും. എന്തുകൊണ്ടാണ്? കെട്ടിയവന് കൊടുക്കുന്ന ഭക്ഷണം കിട്ടാത്തതുകൊണ്ടാണോ? ആണോ? അല്ല. എന്താ? ഒരു പ്രസവ നിമിഷത്തില് ഒരു സ്ത്രീ ആഗ്രഹിക്കുക അവളുടെ അമ്മയുടെ സാന്നിധ്യം, അവളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുക ഒരു ഗർഭകാലഘട്ടത്തില് അവളുടെ അമ്മയാണ്. അവൾക്ക് ജന്മം നൽകിയ അവളുടെ അമ്മ. പക്ഷേ എവിടെയാ പരിശുദ്ധ അമ്മ പ്രസവിക്കുക? ഒരു സ്ത്രീയുടെ പോലും സാന്നിധ്യമില്ലാതെ ഭർത്താവായിട്ടുള്ള ജോസഫിന്റെ കൂടെ നസ്രത്തിലെ കാലിത്തൊഴുത്തിൽ അവൾ പ്രസവിച്ചുവെങ്കിൽ, ഏകദേശം വചനം മനസ്സിലാക്കുമ്പോൾ 500 കിലോമീറ്റർ അപ്പുറത്തേക്ക് അവള് നടന്നു നീങ്ങേണ്ടി വന്നുവെങ്കിൽ, തന്റെ ഏകജാതനെയും കൂട്ടിക്കൊണ്ട് തിരിച്ചു വരുമ്പോൾ, കാലഘട്ടങ്ങൾ കടന്നു പോകുമ്പോൾ ജീവിത പങ്കാളിയെ അവൾക്ക് നഷ്ടപ്പെട്ടുവെങ്കിൽ, പ്രിയമുള്ളവരെ, മകനെ ഭ്രാന്തനായിട്ട് മുദ്ര കൊടുത്തുന്നത് അവൾ കാണേണ്ടി വന്നുവെങ്കിൽ, അവസാനം 33-ാമത്തെ വയസ്സിൽ കുരിശില് ഈ മകനെ അവൾക്ക് നഷ്ടപ്പെട്ടുവെങ്കിൽ, പരിശുദ്ധ അമ്മ നമുക്ക് പ്രചോദനമാകണം. ജീവിതത്തിന്റെ സഹനങ്ങളിൽ ദൈവത്തിന്റെ തോൾച്ചേർന്നിരുന്നുകൊണ്ട് തമ്പുരാനെ അനുഗമിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ നമുക്ക് പ്രചോദനമാണ്. ജീവിതത്തിന്റെ സഹനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടാതെ തമ്പുരാന്റെ കരം പിടിച്ചുകൊണ്ട് എന്നെ കാണുന്ന എന്റെ ദൈവത്തിന് എന്നെ ശക്തിയിൽ ഈ സഹന നിമിഷങ്ങളിലൂടെ നയിക്കുവാനായിട്ട് സാധിക്കുമെന്ന് പഠിപ്പിക്കുന്ന വലിയ പ്രചോദനമാണ് പരിശുദ്ധ അമ്മ. വിശ്വാസത്തിന്റെ മാതൃകയായിട്ട് നമ്മുടെ മുൻപിൽ എലിസബത്ത് സക്രിയയും ഉണ്ട്. യഹൂദ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ വലിയ സഹനമാണ്
എലിസബത്തിനും സക്കറിയായിക്കും എന്റെയും നിങ്ങളുടെയും സംശയമാണ്. ദൈവപ്രമാണങ്ങൾ ഞാൻ പാലിച്ചു, ദൈവകൽപ്പനകൾ ഞാൻ പാലിച്ചു, ദൈവത്തിന്റെ കൂടെ ഞാൻ നടന്നു, പാപത്തിൽ നിന്ന് മാറി നടന്നു, നീതിയിൽ ഞാൻ നടന്നു. പക്ഷേ ദൈവം അനുഗ്രഹത്തിന് പകരം സഹനത്തിന്റെ കാസ എനിക്ക് നൽകി എന്ന് പലപ്പോഴും നമ്മൾ പറയാറില്ലേ? എന്താ പറയുക? സക്കറിയായെയും എലിസബത്തിനെ കുറിച്ച് അവർ നീതിനിഷ്ഠരായിരുന്നു, കുറ്റമറ്റ വിധം ദൈവപ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിച്ചവനായിരുന്നു. സക്കറിയ പുരോഹിതനാണ്, ദൈവത്തിന്റെ ബലിയർപ്പിച്ച് ദൈവജനത്തിന് അനുഗ്രഹമായിട്ട് തീർന്നവൻ. അവനെ കണ്ടവരെല്ലാം പരിഹസിച്ചിട്ടുണ്ടാകും. ദൈവജനത്തിന് അനുഗ്രഹം നൽകുന്നവൻ അനുഗ്രഹമില്ലാതെ ഇരിക്കുന്നു. മക്കളില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സക്കറിയ ഇത്രമാത്രം അപമാനങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ട് എലിസബത്തും സക്കറിയയും. പക്ഷേ അവരുടെ കാത്തിരിപ്പിന് ഉത്തരം തമ്പുരാന് നൽകുന്നത് യോഹന്നാന്റെ ജനനത്തിന്. ഈശോയ്ക്ക് വഴിയൊരുക്കുന്നതിന് വേണ്ടിയിട്ട് അവര് കാത്തിരുന്നുവെങ്കിൽ സഹനങ്ങളിൽ നമ്മൾ കാത്തിരിക്കുമ്പോൾ ദൈവം ഏറ്റവും കൃത്യവുമായ ഉത്തരങ്ങൾ നമുക്ക് നൽകും. അവസാനമായിട്ട് ഈ വെള്ളിയാഴ്ച തമ്പുരാന്റെ കുരിശുമെന്ന പീഡാനുഭവ മരണോത്ഥാനങ്ങളുടെ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഏറ്റവും വലിയ സഹനത്തിന്റെ മാതൃക എന്ന് പറയുക ഈശോ തന്നെയാണ്. ഗത്സമനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അതികഠിനമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ രക്തത്തുള്ളികൾ വിയർപ്പായിട്ട് പുറത്തു വന്നു എന്ന് പറയുമ്പോൾ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ അവന്റെ ചെറിയ ബ്ലഡ് വെസൽസ് ഒക്കെ പൊട്ടി രോമ ഉപങ്ങളിലൂടെ രക്തം പുറത്തു വന്നു. മറ്റൊരു രീതി പറഞ്ഞാൽ ഈശോ കടന്നുപോയ ആത്മസംഘർഷത്തിന്റെ നിമിഷങ്ങളെയാണ് ഈ വചനഭാഗം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുക. താൻ കടന്നു പോകാനിരിക്കുന്ന സഹന നിമിഷങ്ങളെ ഓർത്ത് തമ്പുരാൻ കടന്നുപോയ ആത്മസംഘർഷത്തിന്റെ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണമേ. സഹന നിമിഷങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, ദൈവമേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം, ഈ സഹനം എന്നിൽ നിന്ന് മാറ്റണമേ. പക്ഷെ അതേ തമ്പുരാൻ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ ഹിതമല്ല പിതാവേ, അവിടുത്തെ ഹിതം നിറവേറട്ടെ. സഹനങ്ങള് എടുത്തു മാറ്റുവാനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക പദ്ധതികൾ കൂടി തിരിച്ചറിയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശ് മരണത്തിലേക്ക് അവൻ നടന്നെടുക്കുമ്പോൾ നമുക്കറിയാം കുരിശ് എന്നുള്ളത് ഏറ്റവും വേദനാജനകമായിട്ടുള്ള മരണശിക്ഷയാണ്. നമുക്കറിയാം ഫിനീഷ്യക്കാരും കണ്ടുപിടിച്ച് ബാബിലോണിയക്കാരും അസീറിയക്കാരും പിന്നീട് ഗ്രീക്ക് റോമൻ സംസ്കാരത്തിലൂടെ എല്ലാം കൊണ്ട് നടക്കുന്ന മരണ സംസ്കാര രീതി ആർക്കു വേണ്ടിയാ? രാജ്യദ്രോഹ കുറ്റം ചെയ്തവർക്ക് വേണ്ടി പ്രത്യേകമാക്കി മാറ്റിവെച്ചിരിക്കുന്ന മരണ സംസ്കാരം. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സ്പൈവർക്ക്, ചാരപ്രവർത്തനം ചെയ്തവരോട് കൊടുക്കുന്ന ശിക്ഷയാണ് കുരിശ് മരണം. മറ്റൊന്നുമല്ല, ഏറ്റവും വേദനാജനകമായിട്ടുള്ള മരണത്തിന്റെ നിമിഷങ്ങൾ നമ്മൾ കുരിശിന്റെ വഴിയിൽ പോലും വായിക്കുന്നതിനേക്കാൾ അതികഠിനമായ പീഡകളാണ് ഓരോ കുരിശ് മരണത്തിന് സംഭവിക്കുക. യഹൂദ ചരിത്രകാരനായിട്ടുള്ള യൂസേബിയൂസ് പറഞ്ഞു വെക്കുന്നുണ്ട്, 24 തൊട്ട് 36 മണിക്കൂർ വരെ പലരും ഈ കുരിശിൽ ഇങ്ങനെ മരണത്തെ കാത്ത് കിടന്നിട്ടുണ്ടെന്ന്. നമ്മൾ വിചാരിക്കും കുരിശ് തറച്ച ഉടനെ രക്തം വാർന്ന ആളുടെയും ക്ലോസ് അല്ല. രക്തം ഒരു വഴിക്ക് വാർന്നു പോയിക്കൊണ്ടിരിക്കും, ശരീരത്തിൽ ഓക്സിജൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ പ്രാവശ്യവും ഓക്സിജന് വേണ്ടി ഇങ്ങനെ ശരീരം ഉയർത്തുമ്പോൾ, നെഞ്ചും കൂടെ ഉയർത്തുമ്പോൾ ഈ മുറിവുകളെല്ലാം താങ്ങുകയാണ്. പുതിയ മുറിവുകളിലൂടെ രക്തം അല്പാൽപമായി കിരിഞ്ഞു പോയി അവസാനം രക്തവും ശരീരത്തിൽ ഓക്സിജനും ഇല്ലാതെ മണിക്കൂറുകൾ നീണ്ട സഹനങ്ങളുടെ അവസാനമാണ് ഓരോ ക്രൂശിതനും മരിക്കുക. പ്രിയമുള്ളവരെ, ഇപ്രകാരം കുരിശിൽ കിടന്ന വ്യക്തിയുടെ കുരിശിന് താഴെ പലപ്പോഴും ആരും നിന്നിരുന്നില്ല. കാരണം 1, 2 ഒക്കെ ഈ വേദനയുടെ നിമിഷങ്ങളിൽ സംഭവിക്കും. അവന്റെ അമ്മയെയും അവന് ജന്മം നൽകിയ അമ്മയെയും പാലൂട്ടി വളർത്തിയ അമ്മയെയും ഒക്കെ ശപിക്കുന്ന നിമിഷങ്ങളിലൂടെ ഈ കുരിശിൽ കിടന്നുകൊണ്ട് ഓരോ കുരിശിനും കടന്നു പോകുന്നുണ്ട്. പക്ഷേ കർത്താവിന്റെ കുരിശിന്റെ നിമിഷത്തിൽ നമ്മൾ കാണുക ശാപവാക്കുകളല്ല, ക്ഷമയുടെ വാക്കുകൾ. പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവടിഞ്ഞു എന്ന് പ്രാർത്ഥിക്കുന്ന അതേ തമ്പുരാൻ അടുത്ത നിമിഷം പറയുന്നുണ്ട്, പിതാവേ, നിന്റെ കൈകളിൽ ഞാൻ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ മരിച്ചു. സഹനത്തിന്റെ നിമിഷത്തിലും ദൈവം കൂടെയുണ്ടെന്നുള്ള ജീവിത അനുഭവത്തിലൂടെ ഈശോ കടന്നുപോയി എങ്കിൽ പ്രിയമുള്ളവരെ, തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുക അതേ ജീവിതാനുഭവം, അതേ അനുഭവം
പിതാവ് എൻ്റെ കൂടെയായിരിക്കുന്ന സഹന നിമിഷങ്ങളിലും എൻ്റെ കൂടെയായിരിക്കുന്ന ഒരു അപ്പനുണ്ട് എന്നുള്ള വലിയൊരു അനുഭവത്തിലേക്കാണ് തമ്പുരാൻ എന്നെയും നിങ്ങളെയും നയിക്കുക. ദുഃഖവെള്ളിയാഴ്ച അല്ലെങ്കിൽ കുരിശ് മരണത്തിൽ ഈശോയുടെ സഹനങ്ങൾ അവസാനിച്ചുവെങ്കിൽ കുരിശിന് യാതൊരു അർത്ഥവും ഉണ്ടാകുമായിരുന്നില്ല പ്രിയമുള്ളവര്. പക്ഷേ ദുഃഖവെള്ളിക്കപ്പുറം, പ്രയാസത്തിന്റെ, സങ്കടത്തിന്റെ, വേദനയുടെ, കണ്ണുനീരിന്റെ, ചോരയുടെ ദുഃഖവെള്ളിക്കപ്പുറം മഹത്വത്തിന്റെ ഒരു ഉദ്ധാനമുണ്ട് എന്ന് തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാനും നിങ്ങളും ഇന്ന് കടന്നു പോകുന്ന സഹന നിമിഷങ്ങൾക്കപ്പുറം ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ട് സഹന നിമിഷങ്ങളെ അതിജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ വലിയൊരു ഉയർപ്പിന്റെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ഈ സഹനങ്ങൾ നിങ്ങളെ കൈപിടിച്ച് വളർത്തും എന്ന് ഈശോ, കുരിശിലെ ഈശോ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. സഹനം എൻ്റെ വ്യക്തി ജീവിതത്തിന്റെ എത്രമാത്രം സഹനങ്ങളിലൂടെയാണ് ഞാനിന്ന് കടന്നു പോകുന്നതെങ്കിലും അവസാനമല്ല. സഹനം എൻ്റെ ജീവിതത്തിന്റെ അവസാനമല്ല. എന്നെ ശക്തിപ്പെടുത്തുന്ന, എന്നെ ബലപ്പെടുത്തുന്ന എൻ്റെ തമ്പുരാന്റെ കരം പിടിച്ചുകൊണ്ട് എന്നെ മുൻപോട്ട് നയിക്കുവാനായിട്ട്, ഉദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് നയിക്കുവാനായിട്ട് എൻ്റെ തമ്പുരാന് സാധിക്കും. യോഹന്നാൻ സുവിശേഷം 12-14 ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതേപോലെ ഇരിക്കും, അഴിയുന്നെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കും. എൻ്റെ സഹന ജീവിത നിമിഷങ്ങള് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട്, എൻ്റെ സഹനത്തിലൂടെ, സഹന നിമിഷങ്ങളിൽ നിന്നും ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് എൻ്റെ തമ്പുരാന് സാധിക്കുമെന്ന് തിരിച്ചറിയുക. പൗലോസ്ലീഹായുടെ മനോഹരമായ പ്രാർത്ഥനയുണ്ട്. എൻ്റെ ശരീരത്തിൽ ഒരു മുള്ള് നൽകപ്പെട്ടു, അതെടുത്ത് മാറ്റണമെന്ന് തമ്പുരാനോട് ഞാൻ 3 പ്രാവശ്യം പറഞ്ഞു, പ്രാർത്ഥിച്ചു. തമ്പുരാൻ എന്നോട് പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി. ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ട്, ഒത്തിരിയേറെ ആഗ്രഹിച്ചിട്ട്, മനസ്സിൽ നിന്ന്, ശരീരത്തിൽ നിന്നും, ഹൃദയത്തിൽ നിന്നും കടന്നു പോകാത്ത ജീവിത അനുഭവങ്ങളുടെ മുള്ളുകൾക്കിടയിൽ നിന്നുകൊണ്ട്, വ്യക്തി ജീവിതത്തിന്റെ സഹന നിമിഷങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ നമ്മളോട് പറയും, ഈ സഹന ജീവിത നിമിഷങ്ങളിൽ നീ എന്നോട് ചേർന്നിരിക്ക്. ഒരുപക്ഷെ നിന്റെ സഹനം, നിന്റെ ഈ മുള്ളെടുത്ത് മാറ്റപ്പെട്ടിരുന്നില്ലെങ്കിലും നിനക്കെന്റെ കൃപ മതി ഈ സഹനത്തെ അതിജീവിക്കുവാനായിട്ട്. ചെന്നുത്തുകയാണ് അതിമനോഹരമായിട്ടുള്ള ഒരു ഗാനം. ഒത്തിരി വ്യക്തികളുടെ സഹന ജീവിതത്തിലെ പ്രചോദനവും സ്നേഹവും വാത്സല്യവും ഒക്കെ നൽകിക്കൊണ്ട് പ്രത്യാശയുടെ പൊൻകിരണം വീശിയ ഗാനം. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. ഈ മഴ മാറും, ഈ കാറ്റണയും, ഈ രാവ് പുലരും, ഈ നോവ് കുറയും. സഹനത്തില്, സഹന ജീവിത നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന എന്റെയും നിങ്ങളുടെയും ജീവിത നൗക കരയണിയും. തമ്പുരാനോട് ചേർന്നിരുന്നുകൊണ്ട്, ഈശോയോട് ചേർന്നിരുന്നുകൊണ്ട്, ഈശോയുടെ കുരിശിനോട് ചേർന്നിരുന്നുകൊണ്ട് സഹനങ്ങളെ സമർപ്പിക്കുവാനായിട്ട്, കുരിശിന്റെ മഹത്വത്തില്, ഉദിതനായ തമ്പുരാന്റെ മഹത്വത്തില്, ഉയർപ്പിന്റെ അനുഭവത്തിലേക്കും കൃപയുടെ അനുഭവത്തിലേക്കും കടന്നു വരുവാനായിട്ട്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന യേശുവിന്റെ ഏറ്റവും വലിയ വാഗ്ദാനം നമ്മുടെ സഹനം തേച്ച് മായ്ച്ചു കളയണമെന്നല്ല, നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയില്, പ്രത്യാശയില് നമ്മുടെ സഹന ജീവിതങ്ങൾ ദൈവത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനായിട്ട് തമ്പുരാന്റെ കൃപയും അനുഗ്രഹവും ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നോമ്പിന്റെ 5ാമത്തെ ആഴ്ചയിൽ നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. ദൈവം വലിയ അനുഗ്രഹം തന്ന് പകലിന്റെ ചൂടൊക്കെ ഒന്ന് മഴ പെയ്ത് ശമിപ്പിച്ച് ഓരോ വെള്ളിയാഴ്ചയും നമുക്ക് വലിയ അത്തരത്തിലുള്ള ആശ്വാസമൊക്കെ തന്ന് നമുക്ക് വചനം കേട്ടിരിക്കാനുള്ള പ്രകൃതി പോലും നമുക്ക് കൂടെ നിൽക്കുകയാണ്. ഇന്ന് മഴയൊക്കെ സമയത്തേക്കിനൊക്കെ മാറി നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി. അവിടെ ഇന്ന് ഈ നോമ്പിന്റെ 5ാമത്തെ ആഴ്ച ബഹുമാനപ്പെട്ട സോജനച്ചൻ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെയും പലപ്പോഴും ചോദിക്കുന്ന ചില കുറേയേറെ ചോദ്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തോട് വചനത്തെ ചേർത്ത് വെച്ച് മറുപടി നൽകുകയും ആ വചനം നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും വലിയ കരുത്തായി തീരട്ടെ.
ആ കരുത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തോട് ചേർത്ത് നിർത്തി കൂടുതലായി നമുക്ക് പണിതുയർത്താം. ബഹുമാനപ്പെട്ട സോദനച്ചൻ വികാരിയച്ഛൻ പറഞ്ഞു, ഡിസംബർ മാസത്തിൽ നമ്മുടെ ഇടവകയിൽ ധ്യാനിപ്പിക്കാനൊക്കെ ആയിട്ട് കടന്നു വന്ന നിങ്ങൾക്ക് അച്ഛനെ പരിചിതനാണ്. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഈ അവസരത്തിൽ നന്ദി പറയും. അച്ഛനെ ഇവിടെ വരുന്ന കാര്യം ഓർമ്മിപ്പിക്കാനൊക്കെ ആയിട്ട് വിളിച്ചപ്പോൾ അച്ഛൻ വളരെ സന്തോഷത്തോടെ, അച്ഛൻ ഞാൻ എത്തിക്കോളാം, എനിക്ക് ഇവിടെ വരുന്നത് വളരെ സന്തോഷത്തോടെ വളരെ താല്പര്യത്തോടെ അച്ഛൻ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു, നമ്മളോട് വചനം പങ്കുവച്ചു. അച്ഛൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അച്ഛന് ഇന്ന് നമുക്ക് നൽകിയ ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നന്ദിയോടെ അച്ഛനെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ശക്തിപ്പെടുത്താം. നമ്മുടെ പ്രാർത്ഥനകളിൽ അച്ഛനെ പ്രത്യേകം ഓർത്ത് നമുക്ക് നന്ദി പറയാം. അതുപോലെ ഇന്ന് നമുക്ക് വേണ്ടി കഞ്ഞി നേർച്ച ഒക്കെ സമർപ്പിക്കാനായിട്ട് അതിനായിട്ട് ഔദാര്യം കാണിച്ചവരെയും നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കാം. അതുപോലെ ഇതിൻ്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയെല്ലാം വിദ്വാനം ചെയ്യുന്ന എല്ലാവരെയും, ബഹുമാനപ്പെട്ട വികാരിച്ചനോട് ചേർന്ന് നിന്ന് ഇതിൻ്റെ ക്രമീകരണങ്ങളിൽ പങ്കുചേരുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഒരിക്കൽ കൂടി ഏവർക്കും എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും നേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സോജനസിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അച്ഛനെ ആശീർവാദം നൽകുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. നമ്മുടെ കർത്താവ് ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും നിങ്ങളോടും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ഇടവ സമൂഹം മുഴുവനും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.